നിക്കാനാണ് പറഞ്ഞത്. എന്നെ വെറുതെ ഓടിക്കരുത്. കുമാരനാണ് ഈ പറഞ്ഞ ഓടിക്കരുതെന്ന്. അത്രക്കായ കുമാര എവിടേക്ക് ഓടേ? കാശിക്ക്. ഇതിനൊക്കെ അങ്ങനെ എടുക്കാറായില്ലേ? നന്ദിനി പോലെ ഒന്ന് നിക്കാൻ. അയ്യോ നിക്ക നന്ദിനി. അവിടെ അവിടെ നിക്കാനല്ലേ പറഞ്ഞത്? എന്തോ വാ വാ ഇങ്ങോട്ട് വാ. കുമാര വരുന്നേ. അമ്മൂട്ടി അമ്മൂട്ടിയേ. എന്താ മുത്തശ്ശി? ആ കുമാരൻ ഇനി എഴുന്നേറ്റില്ലേ? കണ്ടില്ല മുത്തശ്ശി. മുത്തശ്ശി വിളിച്ചാ? നീ എവിടെയായിരുന്നടാ ഇതുവരെ? ഇന്നലെ രാത്രിയിൽ മുതൽ അമറാൻ തുടങ്ങിയതാ. നീ കേക്കണില്ലേ? ആര്? മുത്തശ്ശിയാ? കാലത്ത് വന്ന് തോന്നിയ ദിവസം പറയണോ? ഇവിടെ കൊശവ നന്ദിനി കുട്ടി വാവെടുത്തന്റെ ലക്ഷണ. അതിനെത്തിരി കുറുമ്പ് കൂടുന്നുണ്ട്. അല്ല മുത്തശ്ശി, വാവെടുത്ത് അവളെന്തിനിങ്ങനെ അമറുന്നത്? അവളെ ഇന്ന് എന്നെ ചവിട്ടിക്കണം. നീ ആ കുട്ടമ്മൂപ്പരോട് പറഞ്ഞ് ഏർപ്പാടാക്കൂ. കുട്ടമ്മൂപ്പൻ ചവിട്ടിയ നന്ദിനി കുട്ടി അമർച്ച നിർത്തോ? മാധവേട്ടനോട് ചോദിക്കാം, മൂപ്പർക്കറിയാതിരിക്കില്ല. കുമാരാ കുമാരാ, ഇന്ന് കുറച്ച് മുത്താറിയും കറുകവേരും ചെമ്പരത്തിയും കൊണ്ടുവരണം. ഒരു കഷായം ഉണ്ടാക്കാനാ. ഏറ്റു. ഇന്ന് വൈദ്യശാലയിൽ സാധനം എത്തിയിരിക്കും. ഏറ്റവും നീയല്ലേ, അതുകൊണ്ടാ സംശയം. ആട്ടെ, ആ തെങ്ങിന് നാളെ വളം മേടിച്ചോ നീയെ? ഹൗഷോ, അത് മറന്നു. വെട്ടി കുഷ്മാണ്ടം ഒന്നിനൊരു ഓർമ്മയില്ല. ഓർമ്മയുണ്ടാവാൻ ഒരു അസ്തല് ലേഹ്യുണ്ട്, അത് ഞാൻ തരാം. രണ്ടുപേരെ അങ്ങോട്ട് സേവിച്ചാ മതി. എന്റെ അമ്മേ, തൽക്കാലം വേണ്ട. ആ നന്ദിനിക്കുട്ടിയുടെ അമറിൽ നിർത്താൻ വല്ല ലേഖുണ്ടെന്ന് പറഞ്ഞാ മുത്തശ്ശി എന്നെ കിടത്തി പൊറപ്പിക്കണില്ല. അതവളെ ചവിട്ടിക്കാഞ്ഞിട്ടാ. ഇപ്പൊ അവളെ ചവിട്ടിച്ച ഒരു 10 മാസം കഴിയുമ്പോ അവൾ ചെറുതായിട്ടൊന്ന് പ്രസവിക്കും. ചെറുതായിട്ട് എങ്ങനെയാ പ്രസവിക്കുന്നത്? അതൊക്കെ നീ ആ പശുപാലകരോട് പോയി ചോദിക്കേ. വരുന്നു. എന്റെ പൊന്ന് നന്ദിനിക്കുട്ടിയല്ലേ, മോളിതങ്ങ് കുടിക്ക്. ആ കുമാരനൊന്നിങ് വന്നോട്ടെ. നിന്റെ കാര്യം അവൻ നോക്കിക്കോളും. ഞാൻ റെഡി. ഞാൻ പറഞ്ഞില്ലേ, ഇവ സ്നേഹമുള്ളവനാ. വെറ്ററിനറി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൂട്ടിട്ട് വാ. ഇപ്രാവശ്യം ഇഞ്ചക്ഷൻ കൊടുത്തു നോക്കാം. ഇവക്ക് പിടിക്കുമെന്ന് അറിയണമല്ലോ. എന്തിനാ ശ്രീധരേട്ട ഇഞ്ചക്ഷൻ ചെയ്യണേ? ഇഞ്ചക്ഷൻ അല്ലടാ, ഇഞ്ചക്ഷൻ. അത് തന്നെ. എന്തിനാ? പ്രസവിക്കാൻ. അപ്പോ അതിനെ ചവിട്ടിക്കണ്ടേ? ചവിട്ടിക്കുന്നതിനേക്കാൾ ഇപ്പോ നല്ലത് ഇഞ്ചക്ഷനാ. മൃഗങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഒരു വഴിയുണ്ടല്ലോ. എന്താണത് പറഞ്ഞേ? നാളെ തന്നെ ഡോക്ടറെ വിളിച്ചോണ്ട് വരാന്ന്. പോരാ, ഇന്ന് തന്നെ വേണം. കണ്ടില്ലേ അവിടെ ഒരു വിഷമം? എന്തോ വരുന്നു. മോളെ, മോളിതങ്ങ് കുടിച്ചേ. എല്ലാം ഞാൻ ശരിയാക്കി തരാടി. സാവിത്രി അടുത്ത് എന്നെ വിളിച്ചോ? എന്താ കുമാര ഇങ്ങനെ ഒരു മറവി? സാവിത്രി അടുത്ത് എന്താ എന്നോട് പറഞ്ഞിരുന്നത്? ഇഞ്ചക്ഷന്റെ കാര്യം. അത് വേണ്ട സാവിത്രി അടുത്ത്. പ്രസവിച്ചില്ലെങ്കിൽ പ്രസവിച്ചില്ല എന്നുള്ളൂ. കുത്തിവെച്ചിട്ട് അത് വേണ്ട. കുമാരൻ എന്തൊക്കെയായി പറയണേ? പ്രസവിക്കാൻ ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് ആരാ പറഞ്ഞേ? അത് പറഞ്ഞ ശ്രീധരേട്ടനാണല്ലോ. ശ്രീധരേട്ടൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞ കേൾക്കണ്ടേ? ഇഞ്ചക്ഷൻ ചെയ്ത് എന്നെ പ്രസവിച്ചാ മതിന്ന്. ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തേ? അത് മനസ്സിലിരുന്നാ മതി. ലക്ഷ്മി അടുത്തോട് ഞാൻ പറഞ്ഞു കൊടുക്കും. എന്താ സാവിത്രി? എന്തിനാ കുമാര സാവിത്രി കുട്ടി കരയണത്? വാവെടുത്തില്ലേ? അതിന് ശ്രീധരേട്ടൻ പശുവിന് ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതാ ചവിട്ടിച്ചാ മതിന്ന്. ശ്രീധരേട്ടന് ഒരേ നിർബന്ധം, ഇഞ്ചക്ഷൻ തന്നെ വേണം. അതിന് സാവിത്രി കുട്ടി കരയേണ്ട കാര്യം എന്താ? സാവിത്രി അടുത്ത് എന്റെ പക്ഷത്താ ഇഞ്ചക്ഷൻ വേണ്ടാന്ന്. എത്രയുള്ള കാര്യം. ആ കുമാര, ബാലന് കാവശ്ശേരിയിലെ പെൺകുട്ടിയുടെ ജാതകം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട്? ഏറ്റു. നാളെ പോയേക്കാം. ഈ കുമാരൻ എന്ത് പറഞ്ഞാലും നാളെ. എന്നാ ഏറ്റു. ഇപ്പൊ തന്നെ പോയേക്കാം. എന്തിനാ സാവിത്രിക്കുട്ടി ഈ നിസ്സാര കാര്യത്തിന് കരയണേ? ഈ അടുത്തേക്ക് ഇത് നിസ്സാരായിരിക്കും. എനിക്കങ്ങനെയല്ല. ഇഞ്ചക്ഷൻ ചെയ്തെന്ന് വെച്ചിട്ടെന്താ? പ്രസവിക്കുന്ന ഉറപ്പല്ലേ? നല്ല ഒന്നാന്തരം കുട്ടിയെ കിട്ടുകയും ചെയ്യും. എടുത്തേക്കായിക്കൂടെ? എന്നെ തന്നെ പരീക്ഷിക്കണ എന്താ? നീ എന്താ കുട്ടി പറയണേ? ഇഞ്ചക്ഷന്റെ കാര്യം തന്നെയാ. ഇഞ്ചക്ഷൻ ചെയ്ത് എനിക്ക് പ്രസവിക്കണ്ട. നീ ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് ആരാ പറഞ്ഞത്? ഈ ഏടാകൂടങ്ങളൊക്കെ ആരാ പറയാ? ശ്രീധരേട്ടനല്ലാതെ. എടി മണ്ടി, ശ്രീധരൻ പശുവിന്റെ കാര്യല്ലേ പറഞ്ഞത്? പിന്നെ കുമാരൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ.
ആ പൊട്ടം പറയണ കേട്ട് നീ ഇങ്ങനെ മുഖം വെറുപ്പിച്ചാലോ? വേഗം പോയി മുഖം കഴുത്. ലക്ഷ്മി അടുത്ത് കാണണ്ട. ഓ ഭാഗ്യം, ഒന്നും എന്നെ ഏൽപ്പിക്കാത്ത ഒരാളെങ്കിലും ഈ വീട്ടിലുണ്ടല്ലോ. ആട്ടെ, അമ്മട്ടിക്ക് ഒരു ആവശ്യമില്ലേ? എനിക്കിപ്പോ ആവശ്യം മുത്തശ്ശിക്ക് ചായ കൊടുക്കാൻ പാലാ. മുത്തശ്ശിക്ക് ഇതുവരെ ചായ കൊടുത്തില്ലേ? മുത്തശ്ശിക്കുന്നല്ല, ഇവിടെ ആർക്കും ചായ കൊടുത്തിട്ടില്ല. പാല് വേണ്ടേ? പശുവിനെ കറന്നോ? കറന്നല്ലോ. പാലെന്തേ? പാല് ഞാൻ തന്നില്ലേ? ഈശ്വര, പാല് ഞാൻ പിന്നെ എവിടെ കൊണ്ട് കൊടുത്തു? എന്റെ അമ്മേ, നന്ദിനി അല്ല കറമ്പി. ധൈര്യമായിട്ട് വിളമ്പിക്കോളൂ അമ്മൂട്ടി, നല്ല വിശപ്പുണ്ട്. കൂമ്പാരം കൂട്ടി ചോറില്ലേ സാമ്പാർ ഒഴിച്ചുണ്ണുമ്പോഴേ വിശപ്പ് മാറിക്കല്ലോ കേട്ടോ. അയ്യോ, ഏ അതെ, അമ്മൂട്ടി പറഞ്ഞത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന്. ഞാനൊന്നും വാങ്ങാൻ പറഞ്ഞില്ലല്ലോ. ദേ, അമ്മൂട്ടി വളം മേടിച്ചിട്ട് വരാൻ പറഞ്ഞില്ലേ? ഇതാ ഇപ്പൊ നന്നായേ. കുമാരേട്ടൻ വല്ല സ്വപ്നവും കണ്ടോ? അപ്പൊ ആരാ വളം മേടിക്കാൻ പറഞ്ഞത്? ഷോ, വളയല്ല, മാധവേട്ടൻ വളത്തിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ആ, ഏതായാലും വാങ്ങിയില്ലേ, അമ്മൂട്ടി എടുത്തോ. ആ, അവരിതൊന്നും മതിയാവില്ല അമ്മൂട്ടി. ഇനിയും ബാക്കിയില്ലേ കലത്തില്. ഇങ്ങനെ മൂക്കുമുട്ട ഉരുള ഉരുട്ടി വിഴുങ്ങുന്നുണ്ടല്ലോടാ. ഇവിടെ നിന്നെ കൊണ്ട് ഉപദ്രവം അല്ലാതെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോടാ? എന്റെ ലക്ഷ്മിയെടുത്തി പറഞ്ഞത് എന്റെ ചങ്കി കൊണ്ടു. ഊണ് കഴിക്കുമ്പോ ഈ പറഞ്ഞത് കുത്തുവാക്കാണെങ്കിലും കുമാരൻ എഴുന്നേറ്റ് പോകൂല. മനുഷ്യൻ ചോറിനെ നിന്ദിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്നും തോന്നിയിട്ടില്ല. അമ്മൂട്ടിയെ, അവയിലുണ്ടെങ്കിൽ തിരിങ്ങിട്ട്